നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല മനോഹരമായ ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു വില്ല പ്രോജക്റ്റാണ്. ആക്ച്വലി കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും വട്ടിയൂർക്കാവിൽ നിന്ന് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വില്ല പ്രോജക്റ്റ് ഏരിയയിലാണ് ഈ ഒരു വീട് നമുക്ക് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു വില്ല പ്രോജക്റ്റിനകത്ത് നമുക്കൊരു 40ഓളം വില്ലാസ് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയി തീർന്ന വില്ല പ്രോജക്റ്റുകളാണ്. ഈ കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് തീർന്ന ഒരു വില്ല പ്രോജക്റ്റാണ്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിലെല്ലാം തന്നെ നമുക്ക് ആൾ താമസവും കാര്യങ്ങളുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വില്ലയാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് റെഡി ടു മൂവ് ഓൺ ആയിട്ട് കിടക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. 4.5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. നമുക്കിത് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഒരു വീടിന് വരുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ സ്കൂളും കോളേജും അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിംഗ് മോൾസും പെട്രോൾ പമ്പും കാര്യങ്ങളും തന്നെ വരുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. നല്ല പ്രൈം ലൊക്കേഷൻ തന്നെയാണ് നമുക്ക് ഒരു വീട് കംപ്ലീറ്റ് ആക്കി പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. വാസ്തുപ്രകാരം തന്നെയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള എലിവേഷനും അതുപോലെ തന്നെ ഇന്റീരിയർ വർക്കും വരുന്ന ഒരു മനോഹരമായ ഒരു വീടാണ് നമുക്കിത് വരുന്നത്. എലിവേഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള 3D എലിവേഷനും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു വീട്. അത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല 4.5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ വീടിന് കോമ്പൗണ്ടിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കാര്യങ്ങൾ തന്നെയാണ്, എൻട്രൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല വിശാലമേറിയ എൻട്രൻസും കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് ടാറിട്ട ഫ്രണ്ടേജ് നമുക്ക് ഇതുപോലെ തന്നെ വരുന്നുണ്ട്. നല്ല വലിയ വീതിയുള്ള റോഡും കാര്യവും തന്നെയാണ്, ലോറി സൈറ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. നല്ല വിശാലമേറിയ സ്പേസ് ആയിട്ടുള്ള ഒരു ടാറിട്ട ഒരു ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടിയായാലും നമുക്ക് വീടിനകത്തോട്ട് സുഖമായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പണും കാര്യങ്ങളും എൻട്രൻസും കാര്യം തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജിൽ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. നമുക്കിത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ബാക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് നമുക്കൊരു ഗ്യാസ് ചേമ്പറാണ്. ഇവിടെ നമുക്ക് ഗ്യാസും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്പേസ്. ബാക്കിൽ നമുക്ക് നനക്കല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കിണറിൻ്റെ പൊസിഷൻ നമുക്ക് ഈ ഒരു ഭാഗത്താണ് കിണറിൻ്റെ പൊസിഷൻ വരുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് ഏരിയയുടെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വിശാലമേറിയ സിറ്റൗട്ടും കാര്യങ്ങൾ തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു സിറ്റൗട്ട് തന്നിട്ടുണ്ട്. 15x6 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു സിറ്റൗട്ട് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. വരുന്ന പില്ലറും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഗ്രാനൈറ്റും കാര്യങ്ങളും ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തെടുത്തിട്ടുള്ള ഒരു പില്ലറാണ് കൂടെ ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് ഈ ഒരു സിറ്റൗട്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ടിൽ വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് ഡോറും കാര്യങ്ങൾ തന്നെയാണ് വീടിന് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ഡോർ വർക്കും നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. 2 പാളിയും കാര്യങ്ങളുള്ള ഒരു ഫ്രണ്ട് ഡോറാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാക്കി ഈ സൈഡിലുള്ള ചുമര് മുഴുവനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വുഡൻ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്ന ടൈൽസാണ് നമുക്ക് ഡിസൈനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ സിറ്റൗട്ടിൽ നേരെ ഉള്ളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം. നമ്മൾ സിറ്റൗട്ടിൽ നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ജസ്റ്റ് പോകുമ്പോൾ നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് വൈഡായിട്ട് നല്ല വൈഡ് റേഞ്ചിൽ നല്ല അടിപൊളിയായിട്ട് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ആണ്.
ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ടൊന്ന് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് ഏരിയയും ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലീവിങ് ഏരിയയും പ്ലസ് ഡൈനിങ് ഏരിയയും നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 25x15 നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അത്രയും വിശാലമേറിയ ഒരു സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗവും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളും ചെയ്ത് സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ കാണുന്നതും. അത്യാവശ്യം 6 സീറ്ററിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ നമ്മൾ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്ന സ്റ്റോറേജ് സ്പേസാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഈ ഒരു കോർണർ സൈഡിലാണ് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ വരുന്നത്. നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ്. തൊട്ട് താഴെ നമുക്ക് ഫുൾ തടിയിൽ ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വർക്കും കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഈ നേരെ കാണുന്നതാണ് നമുക്ക് കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചൺ നമുക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയ കിച്ചണും കാര്യങ്ങളും തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ കിച്ചൺ തന്നെയാണ്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ വുഡൻ തടിയിലാണ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. വുഡ് വർക്കാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരു ചിമ്മിനിയും അതുപോലെ തന്നെ ഒരു ഹോബും നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ തടിയിലും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. നല്ല മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ, മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചൺ, മുകളിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നല്ല ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളും സ്റ്റോറേജ് സ്പേസും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ കിച്ചണിൻ്റെ ഭാഗമെല്ലാം നമ്മൾ പണി ചെയ്ത് തീർത്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മുകളിൽ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഒരുപാട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. 12x7 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു വർക്ക് ഏരിയ തന്നെയാണ് വരുന്നത്. ഈ താഴെ നമുക്ക് തടിയിൽ പണി ചെയ്ത് തീർത്ത സ്റ്റോറേജ് സ്പേസാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സിങ്കും അതുപോലെ തന്നെ സ്ലാബും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. കവേർഡായിട്ട് എടുത്തിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് നമുക്ക് വീടിന് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 4.5 സെൻറ്റ് സ്ഥലത്തുള്ള വീടിന് 4 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് 1 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ റൂം സൈസും കാര്യങ്ങളും തന്നെയാണ് ചെയ്തേക്കുന്നത്. 12x15 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് വരുന്നത്. ഇൻബിൽഡായിട്ട് ചെയ്തിരിക്കുന്ന തടിയിൽ ചെയ്തിട്ടുള്ള ഒരു വുഡൻ വാൾറൂപ്സ്, ഡ്രസ്സിങ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾറൂപ്സാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യം തന്നെയാണ് വീടിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് റൂമിലും ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഈ ഒരു മെത്തേഡുള്ള ഫോൾ സീലിംഗ് വർക്കാണ്, ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യം കൊടുത്താണ് ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഈ കാണുന്നതാണ് റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല നീളത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഒരു ബാത്റൂമിൻ്റെ പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടൈൽസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത്. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും തന്നെയാണ്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്ട്രിപ്പ് ലൈറ്റിൽ നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തിരിച്ചിട്ടുള്ള ഒരു ലൈറ്റ് വർക്ക് നമുക്ക് സ്റ്റെയറിൻ്റെ അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല വിശാലമേറിയ സ്റ്റെയറും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. ഫോൾ സീലിംഗ് ആയിട്ട് മുകളിൽ നമുക്ക് ഒരുപാട് ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ളൊരു ഫോൾ സീലിംഗ് ആണ് നമുക്ക് ഈ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് നമ്മൾ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്ര രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്.
എൽ ഷേപ്പ് മോഡലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഒരു സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും. കയറി വന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീനും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള പൈപ്പും ഔട്ടും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലിവിങ് ഏരിയയും അതുപോലെ തന്നെ 3 ബെഡ്റൂമും മെയിൻ ബാൽക്കണി ആയിട്ടാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും 14x12 ഡയമെൻഷൻ വരുന്ന നല്ല ലെങ്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു റൂമാണ് വന്നേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ റൂഫ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. തടിയിലെ വാൾ റൂഫ്സും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് റൂമിലെ ബാത്റൂം എന്ന് പറയുമ്പോൾ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ് യൂസ് ആക്കിയിട്ടുള്ളത്. പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും ചുമരിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂംസ് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ഒരു ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈൻ വരുന്ന വാൾ റൂംസ് നമുക്ക് ഈ ഒരു റൂമിൽ അവൈലബിൾ ആണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്ക് തന്നെയാണ്. 14x12 നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഒരു ഡ്രസ്സിങ് മിറർ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾ റൂംസ് ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ബാത്റൂം തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂമെല്ലാം ചെയ്തേക്കുന്നത്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം സൈസ് നമുക്ക് ഇവിടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വാൾ റൂഫ്സ്, ഫ്ലോട്ടിംഗ് മോഡലൊരു വാൾ റൂഫ്സ് നമുക്കിവിടെ ഇൻബിൽഡ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം തടിയുടെ വർക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിററും എല്ലാം ഉൾപ്പെടുത്തി സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് വാൾ റൂഫ്സിൻ്റെ പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്ന അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്നതും നല്ല സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണി ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളുണ്ട്. റെസിഡൻഷ്യൽ ഏരിയയാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കുമാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 7x15 ഡയമെൻഷൻ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. ഇതെല്ലാം നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ വുഡൻ പാറ്റേൺ ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കി നമുക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് ബാൽക്കണിയിൽ നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള ഒരു എൻട്രൻസ് നമുക്ക് സൈഡിൽ കൂടെ വരുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. 4.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന വട്ടിയൂർക്കാവ് കാവമ്പുറത്ത് നമുക്ക് വില്ല പ്രോജക്റ്റിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീടിന് നമുക്ക് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ട് 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 90 ലക്ഷമാണ്. 90 lakhs ആണ്. തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.